കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം 3 മുതലുള്ളതായ വാക്യങ്ങൾ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. 3 വിധികർത്താക്കളെക്കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് മറ്റുള്ളവരാണ്. രണ്ടാമത്തത് പൗലോസ് തന്നെ, ഞാൻ തന്നെ. മൂന്നാമത്തത് കർത്താവാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ കൊരിന്തിലുള്ള ചിലർ അംഗീകരിച്ചിരുന്നില്ല. പൗലോസിന് കാഴ്ചയിൽ വലിയ ഭംഗിയൊന്നുമില്ലാതിരുന്നതുകൊണ്ട് തത്വജ്ഞാനത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നതായ വ്യക്തികൾ, പുറമേയുള്ള പലതിനുമാണ് അവർ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ പൗലോസ് വാക്സാമർഥ്യമില്ലാത്തവനാണ്, വലിയ രൂപഭംഗി ഇല്ലാത്തവനൊക്കെ ആയിരുന്നതുകൊണ്ട് ആ നിലവാരത്തിൽ പൗലോസിനെ അവർ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന തന്നെ പോലെയുള്ളവരെക്കുറിച്ച് പറയുന്നത്, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും. പ്രിയപ്പെട്ടവരെ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ എന്ന് പറയുമ്പോൾ മറയപ്പെട്ട് കിടക്കുന്ന ദൈവികമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ളവരെ ദൈവം കണ്ടു, തെരഞ്ഞെടുത്തു എന്നുള്ളതായ അർത്ഥമാണ് പൗലോസ് അവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ അതൊന്നും മറ്റുള്ളവർക്ക് വിഷയമായിരുന്നില്ല. നമ്മെ വിധിക്കുന്നതായ മറ്റുള്ള വ്യക്തികളുണ്ട്. മനുഷ്യൻ്റെ വിധികളുടെ പരാജയം എന്താണ്? പുറമേ ഉള്ളത് നോക്കിയാണ് വിധിക്കുന്നത്. ശമൂവേൽ പ്രവാചകന് പോലും തെറ്റുപറ്റിയിട്ടുണ്ട്. ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗം കൊടുത്ത് അയക്കുമ്പോൾ ദാവീദിൻ്റെ വീട്ടിലേക്ക് പ്രത്യേക നിയോഗത്തോടുകൂടെ ശമൂവേൽ കടന്നു ചെല്ലുകയാണ്. എന്നാൽ മൂത്തവനെ കണ്ടപ്പോൾ ഇവനാണ് യഹോവയുടെ അഭിഷിക്തൻ, പൊക്കം കൊണ്ടും സൗന്ദര്യം കൊണ്ടുമൊക്കെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാവാണ് യഹോവയുടെ അഭിഷിക്തനെന്ന് ശമൂവേൽ പ്രവാചകന് തോന്നിപ്പോയി. എന്നാൽ യഹോവയായ ദൈവം പറയുകയാണ്, നീ മുഖമോ പൊക്കമോ എന്ന് എന്ത് ചെയ്യരുത്, നോക്കരുത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. മറ്റുള്ളവരുടെ വിധി, ദാവീദിനെ എത്രയോ വ്യക്തികൾ വിധിച്ചിട്ടുണ്ട്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല. അവനൊരു ദുർവ്യാധി പിടിപെട്ടിരിക്കുകയാണ്. ദൈവം കൈവിട്ടത് കൊണ്ടാണ് സ്വന്തം മകൻ ദാവീദിനെതിരെ ഇങ്ങനെ പടനീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ദൈവം പോലും അവനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ള വലിയ വിധികൾ മനുഷ്യർ ചുറ്റും നിന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങളോടുള്ള ബന്ധത്തിൽ, എന്നോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ വിധികളുണ്ട്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എവിടുന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ നുണയുടെ അല്ലെങ്കിൽ അസൂയ നിമിത്തമുള്ളതായ വിധികൾ, ആർക്കൊക്കെ വേണ്ടിയോ പക്ഷപാതപരമായി വിധിക്കുന്നവരുണ്ട്. കൈക്കൂലി മേടിച്ച് ന്യായം മറിച്ചു കളയുന്നവരുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ ഒരുപക്ഷെ കൊരിന്തിലെ കോടതികളെക്കുറിച്ചും കൂടെ ആയിരിക്കാം പറയുന്നത്. നിങ്ങളോ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ കൊരിന്തിലെ കോടതികളായിരിക്കാം. ഇവിടുത്തെ കോടതികൾ ഒരുപക്ഷെങ്കിൽ വിധിക്കുന്ന വിധികൾ നീതിയുടെ വിധികൾ ആകണമെന്നില്ല. മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിച്ച്, അഭിപ്രായങ്ങൾ ആരാഞ്ഞ്, തെളിവുകളൊക്കെ എടുത്ത് എത്രയോ വിധികൾ തെറ്റാണെന്ന് കാലം എന്ത് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ ദാസനെ വിധിക്കുവാൻ നീ സമയത്തിന് മുൻപേ വിധിക്കരുത് എന്ന വേദപുസ്തകം നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പല വിധികൾ സ്വജനപക്ഷപാതപരമായിട്ട്, സ്വാർത്ഥപരമായിട്ട്, തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് അതെല്ലാം ആ വ്യക്തിയുടെ മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടി നടത്തുന്ന പല വിധികൾ ആകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിധിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. മറ്റൊരാളെ വിധിക്കാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടില്ല. മറ്റൊരാളുടെ ദാസനെ വിധിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളോ മറ്റുള്ള ആരെങ്കിലും
എന്നെ വിധിക്കുന്ന വിധി എനിക്ക് ഏറ്റവും ലഘുവായിട്ടുള്ളതായ കാര്യമാണ്. ഇനിയും മറ്റുള്ളവരുടെ ആ വിധിയെ താൻ ഭയപ്പെടുന്നില്ല. രണ്ടാമത് പറയുന്നു, ഞാൻ എന്നെ തന്നെ വിധിച്ചാലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. യാതൊരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധമില്ല എങ്കിലും എന്നിലും മറഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങളുണ്ട്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു വിധിയാണ് നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? വിധിക്കണം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മെ തന്നെ സ്വയശോധന ചെയ്യണം, പരിശോധിക്കണം. എങ്കിൽ പോലും എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വെളിപ്പെട്ടു എന്ന് വരില്ല. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ വിധി കർത്താവെന്ന് പറയുന്നത് കർത്താവാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളെയെല്ലാം വെളിച്ചത്താക്കുന്നൊരു സുദിനം കടന്നു വരുവാൻ പോവുകയാണ്. മറ്റുള്ളവരോ മറ്റാരെങ്കിലുമോ നിങ്ങളെ വിധിച്ച് തള്ളിയാലും ആ വിധിയൊന്നുമല്ല യഥാർത്ഥ വിധി. സ്വർഗീയ കോടതിയുടെ മുൻപിൽ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയായി വിളിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സകല ഹൃദയരഹസ്യങ്ങളെയും നീതിയോടുകൂടെ വിധിക്കുന്ന ഒരു സുദിനം കടന്നു വരുവാൻ പോവുകയാണ്. അന്ന് ഹൃദയത്തിൻ്റെ ആലോചനകളെ ദൈവം വെളിപ്പെടുത്തി. ഉദ്ദേശശുദ്ധികൾ എന്തായിരുന്നു എന്നുള്ളത് ദൈവം മനസ്സിലാക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ദൈവം പുകഴ്ത്തുന്ന ആ സുദിനം സമാഗതമാകാൻ പോകുന്നേ ഉള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.